പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞായറാഴ്ചകളിൽ കുഞ്ഞുങ്ങളുടെ കുർബാന കഴിയുമ്പോൾ സമാപന ഗാനത്തിന് പകരം ആക്ഷൻ സോങ് ആണ്. കുറേ പേര് ആദ്യമൊക്കെ അതിന് വല്ലാത്ത എതിർപ്പ് പറയുമായിരുന്നു. ഈ പള്ളിയിൽ കിടന്ന് ഡാൻസ് കളിക്കുന്നത് ശരിയാണോ? ഈശോയുടെ പാട്ട് വെച്ചിട്ട് തന്നെയാണ് ഈശോയുടെ മുൻപിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ ഡാൻസ് കളിക്കുമ്പോൾ അത്രയും നേരമുണ്ടായിരുന്ന എല്ലാ കർമ്മങ്ങളെയും പോലെ പരിശുദ്ധ കുർബാനയോട് ഉപമിക്കുന്നതല്ല, പക്ഷെ ആ പരിശുദ്ധ കുർബാനയിൽ നിന്ന് മനുഷ്യർക്ക് കിട്ടുന്ന അതേ സന്തോഷം പോലെ തന്നെ നമ്മുടെ ഉള്ളിൽ നിറയാറുണ്ട്. ഈ കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് നൃത്തം ചെയ്യാണ്, സന്തോഷിക്കുകയാണ്. കർത്താവിനിങ്ങനെ ഈ ക്യാമ്പൊക്കെ വരുമ്പോൾ പള്ളിക്കകത്ത് മാത്രം നടത്താൻ സ്ഥലമുള്ള ചില പള്ളികളുണ്ട്. അവിടെ ഈ കുഞ്ഞുങ്ങളെ ഈശോയുടെ മുൻപിൽ ഒരു അവഹേളനങ്ങളും ഇല്ലാതെ കർത്താവിനോടുള്ള ആദരവ് മുഴുവൻ നിറച്ചു വെച്ചുകൊണ്ട് അവിടെ കളിക്കുകയും ഡാൻസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. ചില ആഫ്രിക്കൻ രാജ്യങ്ങളിലും എന്തിന് നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഈ പരിശുദ്ധ കുർബാനയുടെ മുന്നായിട്ട് ചില ഡാൻസ് സ്റ്റെപ്പുകളൊക്കെ കാണുമ്പോൾ അത് കൊള്ളാലോ എന്ന് പലവട്ടം ആലോചിച്ചിട്ടുണ്ട്. ഇന്ന് അങ്ങനെയൊരു രംഗം നമ്മൾ ഒന്നാമത്തെ വായനയിൽ കാണും. ദാവീദിൻ്റെ തൻ്റെ നഗരമായ തൻ്റെ നഗരത്തിലേക്ക് കർത്താവിൻ്റെ വാഗ്ദാന പേടകം കൊണ്ടുവരുന്നൊരു കാഴ്ചയുണ്ട്. കർത്താവിൻ്റെ പേടകം വഹിച്ചിരുന്നവർ 6 ചുവട് നടന്നപ്പോൾ അവനൊരു കാളയെയും തടിച്ച കിടാവിനെയും ബലി കഴിച്ചു. അവിടെ ഇങ്ങനെ ബലിയർപ്പണം കഴിഞ്ഞു. ബലിയർപ്പണം കഴിഞ്ഞിട്ട് ദാവീദ് കർത്താവിൻ്റെ മുൻപാകെ സർവ്വശക്തിയോടും കൂടി നൃത്തം ചെയ്തു. ചണനൂൽ കൊണ്ടുള്ള ഒരു അരക്കച്ച മാത്രമേ അവൻ ധരിച്ചിരുന്നുള്ളൂ. ആലോചിച്ച് നോക്കണം, ഇസ്രായേലിൻ്റെ രാജാവാണ്. ഇതുവരെ ഇങ്ങനെ ഒരു രാജാവ് ഉണ്ടായിട്ടില്ല എന്നൊക്കെയുള്ള കോംപ്ലിമെന്റ് കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഒരു അരക്കച്ച കൊണ്ടുള്ള ചണനൂൽ കൊണ്ടുള്ള അരക്കച്ച മാത്രം ധരിച്ച് ഇസ്രായേലിൻ്റെ രാജാവ് വാഗ്ദാന പേടകത്തിൻ്റെ മുൻപിൽ സർവ്വശക്തിയോടും കൂടെ നൃത്തം ചെയ്യുന്നൊരു കാഴ്ച. കർത്താവെ, നീയാണ് സർവസ്വവും എന്നേറ്റു പറയുന്ന ഒരാൾ. എന്നേക്കാൾ വലിയ രാജാവ് നീയാണ്, മഹത്വത്തിൻ്റെ രാജാവ് എന്നേറ്റു പറയുന്ന ദാവീദിനെ നമ്മൾ കാണും. മഹത്വത്തിൻ്റെ രാജാവ് കർത്താവ് തന്നെ എന്ന് ഇന്ന് സങ്കീർത്തന പുസ്തകം 24-ാമത്തെ അധ്യായത്തിലെ പ്രതിവചന സങ്കീർത്തനമായിട്ട് നമ്മൾ ഏറ്റുപറയുമ്പോൾ എപ്പോഴെങ്കിലും സാധിച്ചിട്ടുണ്ടോ ഇങ്ങനെ കർത്താവിൻ്റെ മുൻപിൽ വന്ന് സന്തോഷത്തോടുകൂടെ അവിടത്തേക്ക് നന്ദി അർപ്പിക്കാനായിട്ട്? ഡാൻസ് ചെയ്യാനല്ല പറയണേ, ഉള്ളു നിറഞ്ഞ സന്തോഷത്തോടുകൂടെ കർത്താവിന് മുഴുവൻ മഹത്വവും കൊടുത്ത് അവിടുത്തെ ആരാധിക്കുന്ന കാര്യമാണ് പറയണേ. എൻ്റെ ദൈവത്തിൻ്റെ ഹിതം നിർവഹിക്കുന്നവൻ ആരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും എന്നൊക്കെ പറഞ്ഞ് കർത്താവ് ഇന്നത്തെ സുവിശേഷത്തിൽ ഒരു ഓർമ്മപ്പെടുത്തൽ തരുന്നുണ്ട്. അത്രയും നേരം തൻ്റെ ചുറ്റും ഇങ്ങനെ കൂടിയിരിക്കുന്ന മനുഷ്യരാണ്. ഒച്ചപ്പാടും ബഹളങ്ങളൊന്നുമില്ല, താൻ പറയണത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്ന മനുഷ്യര്, അവനെ കേൾക്കാനായിട്ട് ഓടി വന്നിരിക്കുന്ന മനുഷ്യര്. ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നവൻ ആരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. സന്തോഷത്തോടുകൂടെ കർത്താവിനെ കേട്ടുകൊണ്ട് അവൻ്റെ ചുറ്റും ഇരിക്കുന്ന മനുഷ്യര് എപ്പോഴെങ്കിലും സാധിച്ചിട്ടുണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കി. ഈശോയുടെ മുൻപിൽ വന്ന് ഇത്രയും സന്തോഷത്തോടുകൂടെ ഇങ്ങനെ കർത്താവിന് നന്ദി അർപ്പിച്ചും അവിടുത്തെ മഹത്വപ്പെടുത്തിയും എൻ്റെ ജീവിതത്തിൽ കിട്ടിയിരിക്കുന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും അഭിഷേകങ്ങൾക്കും പ്രതിനന്ദി അർപ്പിച്ചുകൊണ്ട് അവിടുത്തെ തിരുസന്നിധിയിലായിരിക്കാൻ എപ്പോഴാണ് നമുക്ക് പറ്റിയിട്ടുള്ളത്? പുതിയ നിയമത്തിലൊരു മീൻപിടുത്തത്തിൻ്റെ കാഴ്ചയുണ്ട്. അവിടെ വല നിറയോളം വല കീറുവോളം മീനെ കിട്ടുന്ന നേരത്ത് കർത്താവ് സ്നേഹിച്ച ശിഷ്യൻ വിളിച്ചു പറയുന്നുണ്ട്, അത് കർത്താവാണ്. ഈ സമൃദ്ധിയുടെയൊക്കെ പിന്നില് എൻ്റെ കർത്താവാണെന്ന്. ഇത്ര സന്തോഷത്തിൻ്റെ പിന്നിൽ എൻ്റെ കർത്താവാണ്. എൻ്റെ കുഞ്ഞുങ്ങളുടെ വിജയത്തിൻ്റെ പിന്നിൽ എൻ്റെ കർത്താവാണ്. എൻ്റെ നല്ല ആരോഗ്യത്തിൻ്റെ പിന്നിൽ എൻ്റെ കർത്താവാണ്. എൻ്റെ കുടുംബത്തിൽ നല്ല കാര്യങ്ങൾ നടക്കുന്നതിന് പിന്നിൽ എൻ്റെ കർത്താവാണ്. എൻ്റെ മക്കളുടെ വിവാഹം മനസ്സമ്മതമൊക്കെ ഭംഗിയായി നടന്നത് പിന്നിൽ എൻ്റെ കർത്താവാണ്. ഒരു കൺസ്ട്രക്ഷൻ ഭംഗിയായിട്ട് നടത്താൻ പറ്റുന്നത് പിന്നിൽ എൻ്റെ കർത്താവാണ്. ഒരു ഇടവക നന്നായിട്ട് പോകുന്നതിന് പിന്നിൽ എൻ്റെ കർത്താവാണ്. ഒരു അപകടം കൂടാതെ ഒരു യാത്ര ചെയ്യാനായിട്ട് പറ്റിയതിൻ്റെ പിന്നിൽ എൻ്റെ കർത്താവാണ്. ഇങ്ങനെ ഓരോന്നിൻ്റെ പിന്നിലും കർത്താവാണ്. എൻ്റെ ഈശോയെ നന്ദി എന്ന് പറഞ്ഞ് അവിടുത്തെ തിരുമുൻപിലായിരിക്കാൻ പറ്റുന്നുണ്ട് എപ്പോഴെങ്കിലും.
ശരിക്കും ഓരോ രാത്രിയും അവസാനിക്കേണ്ടത് അങ്ങനെയാണ്. നമ്മൾ എന്നിട്ടും നമ്മളുടെ ഈ ഒരു വിചിന്തനങ്ങളിൽ പോലും പലപ്പോഴും സങ്കടത്തോടുകൂടെയും ആവശ്യങ്ങൾ അർപ്പിക്കലുകളോടുകൂടിയൊക്കെയാണ് അവസാനിക്കാറുള്ളത്. അതിനൊക്കെ അപ്പുറത്ത്, അതിനൊക്കെ ശേഷം ഈ ഒരു മനസ്സുകൂടെ ഒന്ന് വേണമെന്ന് തോന്നുന്നു. ഓരോ രാത്രിയും അവസാനിക്കേണ്ടത്, ഓരോ ദിനവും തുടങ്ങേണ്ടത് ഉള്ളു തുടിക്കുന്ന സന്തോഷത്തോടു കൂടെ കർത്താവിൻ്റെ മുൻപിൽ അവിടുത്തെ മഹത്വത്തിന് ആരാധനയർപ്പിച്ചുകൊണ്ട് തുള്ളിച്ചാടി ജീവിക്കേണ്ടവൻ. അതുകൊണ്ടാണ് പൗലോസ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവിൻ. എപ്പോഴും നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഇങ്ങനെ നിരന്തരം സന്തോഷിച്ചിരിക്കാനായിട്ടുള്ളൊരു ജീവിതമാണിത്. കർത്താവ് കൂടെയുള്ള ജനത, കർത്താവ് സംരക്ഷിക്കുന്ന ജനത, കർത്താവിൻ്റെ ശക്തിയിൽ ഇങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന മനുഷ്യർ, അവർക്ക് സന്തോഷം വേണ്ട എപ്പോഴും. അവിടുത്തെ വലിയ പരിപാലനയ്ക്ക് എപ്പോഴും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ജീവിക്കണ്ടേ നമുക്ക്. കർത്താവെ, അങ്ങയുടെ ഹിതം നിറവേറ്റുന്നവരായി അങ്ങയുടെ മഹത്വത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് എപ്പോഴും ഇങ്ങനെ സന്തോഷത്തോടുകൂടി ആർത്ത് വിളിച്ച് അങ്ങേക്ക് വേണ്ടിയിട്ടുള്ള സ്തുതി കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട സിലനച്ചനെ ഇങ്ങനെ ബഹുമാനത്തോടുകൂടി ഓർക്കുന്നതിൻ്റെ കാരണം അതാണ്. അദ്ദേഹത്തിൻ്റെ ദിവ്യകാരുണ്യ ആരാധനകൾ കഴിഞ്ഞ് മനുഷ്യരിങ്ങനെ ഇറങ്ങിപ്പോകുന്നത് ഇങ്ങനെ നൃത്തച്ചുവടുകളോടെയാണ്. എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളൊക്കെ ഇങ്ങനെ മെലങ്കോളിക്കായിട്ട് ആരാധനകൾ എപ്പോഴും ഒരു കരച്ചിലോടുകൂടെയൊക്കെ അവസാനിപ്പിക്കുമ്പോൾ, ഇവിടെ ഒരാൾ കർത്താവിനെ ആരാധിച്ചു കഴിയുമ്പോൾ ആരാധനയോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യർക്ക് ഓരോരുത്തർക്കും ഉള്ളു തുള്ളുന്ന സന്തോഷം ലഭിക്കുന്നു. ആ സന്തോഷത്തിൻ്റെ നൃത്തച്ചുവടുകളോട് ഒരാൾ തിരിച്ചു പോകുന്നു. ശരിക്കും കർത്താവിനെ കണ്ടുമുട്ടിയ സമരിയക്കാരി സ്ത്രീയുടെ അവസ്ഥയാണത്. അവൾ കുടം പോലും മറന്നു വെച്ചിട്ട് തിരിച്ചു പോകുമ്പോൾ പണ്ടെങ്ങോ മറന്നുപോയ നൃത്തച്ചുവടുകളുടെ ഒരു ഓർമ്മപ്പെടുത്തുന്ന വിധത്തിൽ അവളുടെ താളത്തോടു കൂടിയാണ് ഇവിടെ തിരിച്ചു പോകുന്നതെന്നൊക്കെ ഒരു വായനയുണ്ടായിരുന്നു, ഒരു പുസ്തകത്തിൽ വായിച്ചായിരുന്നു. കുടം മറന്നു വെച്ചിട്ട് നൃത്തച്ചുവടുകളുമായിട്ട് തിരിച്ചു പോകുന്നൊരുവളുടെ സന്തോഷത്തിൻ്റെ കാരണം ക്രിസ്തുവായിരുന്നു. കർത്താവിൻ്റെ വചനങ്ങൾ അവനോട് കൂടെ ഇരുന്ന് കേട്ടതായിരുന്നു. കർത്താവെ, അങ്ങയെ കണ്ടുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരാണെന്ന് അഹങ്കാരം പറയുമ്പോഴും ഞങ്ങളുടെ ദൈവത്തെ കണ്ടവരുടെ സന്തോഷം കൊണ്ടല്ല ജീവിക്കുന്നത്. ഞങ്ങളുടെ അതുകൊണ്ട് നിറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു സന്തോഷം കൊണ്ട് നിറഞ്ഞിട്ടില്ല. കർത്താവെ, ആശീർവദിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. നിറഞ്ഞ സന്തോഷത്തോടെയും കർത്താവ് തന്ന നന്മകൾക്കൊക്കെ കൃതജ്ഞതയോടെയും ഇങ്ങനെ മറ്റുള്ള മനുഷ്യർ കാണുമ്പോൾ ഇങ്ങനെ ഈ ഒരു സന്തോഷം ഒന്ന് പാസ് ചെയ്യുന്ന വിധത്തിൽ, സ്പ്രെഡ് ചെയ്യുന്ന വിധത്തിൽ നമുക്കൊന്ന് ജീവിക്കാനായിട്ട് ഇനി എന്നാണ് സാധിക്കുന്നത്? കർത്താവെ, ഞങ്ങളെ അതിന് സഹായിക്കണമേ എന്ന് ഈ ദിവസത്തെ ഓർത്ത്, ഇത്രയും കാലം ജീവിക്കാൻ സാധിച്ചതിനെ ഓർത്ത്, ഇത്തിരി സമയം അങ്ങയുടെ സന്നിധിയിലായിരിക്കാനായിട്ട് അനുഗ്രഹം തന്നതിനെ ഓർത്തൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ അനുഗ്രഹം. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സങ്കീർത്തന ഭാഗം ഓർമ്മയില്ല, അതുകൊണ്ടാണ് പാട്ട് പറയണത്. ആഹ്ലാദചിത്തരായ സങ്കീർത്തനങ്ങളാൽ ദൈവത്തെ വാഴ്ത്തിയിടുവിൻ എന്നുള്ളൊരു ഗാനം ഉണ്ടല്ലോ. പറ്റുമെങ്കിൽ ഉറങ്ങണതിന് മുമ്പ് അതൊന്ന് പാടി നോക്ക്, ശരിക്കും സന്തോഷം വരും. ആഹ്ലാദചിത്തരായി സങ്കീർത്തനങ്ങളാൽ ദൈവത്തെ വാഴ്ത്തിയിടുവിൻ. കർത്താവെ, ഈ സന്തോഷം ഞങ്ങളിൽ നിന്നൊരാൾക്കും ഒരിക്കലും എടുത്തു മാറ്റാൻ പറ്റാതിരിക്കട്ടെ. ആ രീതിയിൽ ഞങ്ങളെ അങ്ങയെ ഞങ്ങളുടെ ഉള്ളിലേക്ക് സ്വീകരിക്കട്ടെ. ആമേൻ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ,
പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ